ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇതൊരു ജോബ് അലർട്ടാണ്. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിലെ പ്രൊജക്റ്റായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പ്രൊജക്റ്റിലേക്ക് ജില്ലാതല ഫെസിലിറ്റേറ്റർമാരെയും IT പേഴ്സണൽ, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെയും നിയമിക്കുന്നു. നിയമനം കോൺട്രാക്റ്റ് വ്യവസ്ഥയിലാണ്. 1 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. പദ്ധതി പ്രകാരം 25,000 രൂപ മാസം ശമ്പളമുണ്ട്. അതുകൂടാതെ യാത്രാ ചെലവും അതർ എക്സ്പെൻസുമായി പരമാവധി 5,000 രൂപയും കിട്ടുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. ജില്ലാതല ഫെസിലിറ്റേറ്റർമാർക്ക് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും സോഷ്യൽ സെക്ടറിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. IT പേഴ്സണലിന് ഇല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം മാനേജറിന് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്ത ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണ്ടതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അംഗീകരിച്ച ഡാറ്റ എൻട്രി കോഴ്സോ വിത്ത് ട്രെയിനിങ് ഇൻ MS ഓഫീസ് ഇല്ലെങ്കിൽ DCA ഇല്ലെങ്കിൽ കോപ്പ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. ജില്ലാതല ഫെസിലിറ്റേറ്റർമാരെ നിയമിക്കുന്നത് 5 സോണുകളായിട്ടാണ്. അതിൽ ആദ്യത്തെ സോണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒരു സോണും, എറണാകുളം, കോട്ടയം, ആലപ്പുഴ വേറൊരു സോണും, ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ അടുത്ത സോണും, മലപ്പുറം, കോഴിക്കോട് വേറൊരു സോണായും, കണ്ണൂർ, കാസർഗോഡ്, വയനാട് അടുത്ത സോണായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. IT പേഴ്സണലിനെയും സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറും തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി ആസ്ഥാനത്തായിരിക്കും നിയമിക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നത് തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിലേക്കാണ്. യോഗ്യതയുള്ളവർ എങ്ങനെ അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ, വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷാ ഫോം, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും SLC സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പും ബന്ധപ്പെട്ട ഫോൺ നമ്പർ, ഇമെയിൽ ID, ഫോട്ടോ എന്നിവ സഹിതം ബയോഡാറ്റ, ഡയറക്ടർ, ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ, വികാസ് ഭവൻ, MG റോഡ് എന്ന വിലാസത്തിൽ 22/1/24 തീയതിക്ക് മുമ്പായിട്ട് നേരിട്ടോ ഇല്ലെങ്കിൽ തപാൽ മുഖേനയോ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിച്ചതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ നടത്തിയാണ് അപേക്ഷകരെ എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.